ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ പ്രിയപ്പെട്ട ഇടിയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നമുക്കിത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള അരിപ്പൊടിയാണ്, അതായത് പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടിയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്ന പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടത് വറുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതായത് ഒരു അല്പം പോലും ഇങ്ങനെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നല്ല സ്മൂത്തായിട്ടുള്ള അങ്ങനത്തെ ഒരു പച്ചരിപ്പൊടിയിൽ വേണം നമ്മൾ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതായത് നമ്മൾ പുട്ടിന് നമ്മൾ പച്ചരിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് തരി ഉണ്ടാവില്ലേ, അത്രയും തരി ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് പച്ചരിപ്പൊടി എടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുപോലെ എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ അളവിനനുസരിച്ചിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് 200 ഗ്രാം അളവിലാണ് ഈ പച്ചരിപ്പൊടി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പച്ചരിപ്പൊടി വെച്ചിട്ട് നല്ല കുട്ടി കുട്ടിയായിട്ടുള്ള ഇടിയപ്പം ഉണ്ടല്ലോ, അങ്ങനത്തെ ഇടിയപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഇടിയപ്പം വരെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതല്ല, കുറച്ച് നമ്മൾ തട്ടിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഇച്ചിരി പരന്ന തട്ടിലാണ് നമ്മൾ ഈ ഇടിയപ്പം തയ്യാറാക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 3-4 ഇടിയപ്പം വരെ നമുക്കതിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ അളവിനനുസരിച്ചിട്ട് മാത്രം മാവ് എടുത്താൽ മതിയാവും. നമുക്ക് ആവശ്യമുള്ള പച്ചരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയാണ്. അതായത് സാധാരണ സൺഫ്ലവർ ഓയിലാണ്, സാധാരണ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ അത് തന്നെയാണ്. ഒരല്പം എണ്ണ, നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ ഒരല്പം എണ്ണ ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കണം. അതിന് ശേഷം എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവ് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അതായത് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഇങ്ങനെ ചെറുതായിട്ട്, നമ്മളിപ്പോൾ പച്ചരിപ്പൊടി എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരല്പം പശയുള്ള പച്ചരിപ്പൊടി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഇടിയപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് ഈ മാവ് ഒന്നിങ്ങനെ ഇറുക്കി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറിയ കട്ടയായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം വെച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള വെള്ളം വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവിലാണ് കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോഴത്തേക്ക് മാത്രമേ ആ തിളച്ച വെള്ളം മാത്രമേ നമുക്ക് മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവിൽ ഉപ്പ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇരുന്നാലും വെള്ളത്തിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ആ കറക്റ്റ് അളവ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളത്. നമ്മൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വെള്ളം തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം നമ്മുടെ മാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല ചൂട് വെള്ളമാണ്. അതിൻ്റെ പേരിൽ നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ ഇതുപോലൊരു സ്പാച്ചില വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതിയാവും. സാധാരണ നമ്മൾ ഒറട്ടിക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ടായിരിക്കും. അതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ടത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ മാവ് കുഴയ്ക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇനി ചെറുതായിട്ട് ഇതിപ്പോൾ നല്ല ചൂടാണ്, അതിൻ്റെ പേരിൽ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. ചെറിയ രീതിയിലൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇടിയപ്പം വീശുന്നത് ഇതുപോലൊരു ഇടിയപ്പത്തട്ടിലേക്കാണ്. നമ്മുടെ കയ്യിലിപ്പോൾ സാധാരണ ചെറിയ കുഴി ഉള്ളതുണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമൊന്നുമില്ല.
ഇതുപോലൊരു സെവനാഴിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഏറ്റവും ചെറിയ ഹോളുള്ള അച്ച് നമ്മൾ ഇടണം. അതിലേക്ക് നമ്മളിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്ത മാവ് ഇതിലേക്കൊന്ന് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള അടപ്പിട്ട് ചെറുതായിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യണം. തട്ടിലേക്ക് ഇതുപോലെ ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് ഈസി ആയിട്ട് ഇളകി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മളിത് ചുറ്റിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മുറിഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് വെള്ളം കുറവാകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ നൂല് പോലെ വേണം നമുക്ക് ഈ ഇടിയപ്പം ചുറ്റിച്ചെടുക്കുമ്പോൾ വീഴാനായിട്ട്. മാക്സിമം കഴിയുന്നത് നല്ല ചെറിയ ഹോളുള്ള അച്ച് വേണം എടുക്കാനായിട്ട്. ഇച്ചിരി വലിയ ഹോളുള്ള അച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കട്ടി കൂടും നമ്മുടെ ഇടിയപ്പത്തിന്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 2 തട്ടും ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ആവിച്ചെമ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവിച്ചമ്പിൽ ഇപ്പോൾ നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് വെക്കാം. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കണമെങ്കിൽ ചേർക്കാം. അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്തിട്ടില്ല. അപ്പോൾ തേങ്ങ ചിരകിയത് ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ അടിയിലേക്ക് ഒന്നിട്ടിട്ട് വേണം അതിന് മുകളിലേക്ക് ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഈസിയായിട്ട് ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 മിനിറ്റ് മാത്രം ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്രത്യേകിച്ച് ഇതൊരു ചെറിയ തട്ടാണ്. 2 തട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടത് വെന്ത് കിട്ടിക്കോളും. നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കൈവച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ ഉണ്ടാവും. വീണ്ടും നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ഇതൊന്ന് കമഴ്ത്തി ഒരു പ്ലേറ്റിലേക്ക് തട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഇടിയപ്പവും സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടിയപ്പമൊന്നും ഇതുപോലെ കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ മാത്രം മതിയാവും. നല്ല പഞ്ഞി പോലുള്ള നല്ല പൂ പോലുള്ള ഇടിയപ്പം സൂപ്പറായിട്ട് റെഡിയായി കിട്ടും. ഇനിയും ഇതുപോലെ തന്നെ ബാക്കിയും കുറച്ച് മാവ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടിയപ്പമൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്ത് വെച്ച് കഴിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ത് കറി ഉണ്ടെങ്കിലും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.